സാനിയോ, മുണ്ടക്കയിൽ തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നല്ല തോതിൽ തിരച്ചിൽ നടന്നതാണ്. അപ്പോൾ മൃതാവശിഷ്ടങ്ങൾ എന്നതിനപ്പുറം ഇനി രേഖകൾ, ഈ പറഞ്ഞതുപോലെ കടലാസുകൾ, പുസ്തകങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഇനി അവിടെ ബാക്കിയുണ്ടാവുക എന്ന് തോന്നുന്നു. ഇന്നും മുണ്ടക്കയിൽ തിരച്ചിൽ ആ നിലയ്ക്ക് വ്യാപകമാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുണ്ടക്കയിൽ അത്ര തിരച്ചിലില്ലായിരുന്നു. ഇന്ന് മുണ്ടക്കയിൽ തെരച്ചിൽ നന്നായിട്ട് നടന്നു. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ മുണ്ടക്കയിലെ എല്ലായിടത്തും, അതായത് നാസറിൻ്റെയും സുദേവൻ്റെയും അടക്കം വീടുകളിലുള്ള എല്ലായിടത്തും 3 റൗണ്ടൊക്കെ മണ്ണിളക്കി പരിശോധിക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും പരിശോധിച്ചത് ഈ രേഖകളും മറ്റും അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ്. കുറച്ച് രേഖകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് കൺട്രോൾ റൂമിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് സന്നദ്ധപ്രവർത്തകർ അറിയിച്ചത്. ഇന്നത്തെ ദിവസത്തിൽ ഒരു കരളലിയിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നാസറിൻ്റെ മകൻ ഇസഹാക്ക് വീട് കാണാൻ വന്നതായിരുന്നു. അതായത് ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് ഇസഹാക്ക്. ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് ഇസഹാക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഇസഹാക്ക് വന്നപ്പോൾ കാണുന്നത് വീടിരുന്ന ഭാഗത്തൊരു മൺകൂന മാത്രമാണ്. ആ സമയത്ത് വീട്ടിലുള്ള ഓരോ സാധനങ്ങളും, അതായത് കണ്ടുകിട്ടുന്ന ഓരോ സാധനങ്ങളും ഇസഹാക്ക് എടുത്ത് നോക്കുന്നതും അത് മാറ്റി വെക്കുന്നതും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നതുമൊക്കെ വലിയ സങ്കടകരമായ കാഴ്ചകളായിരുന്നു. അതിനുശേഷം ഈ സ്ഥലത്തേക്ക് മിനിസ്റ്റർ A.K. ശശീന്ദ്രൻ വരുന്നൊരു സാഹചര്യമുണ്ടായി. മന്ത്രിയെ കണ്ട ഉടൻ തന്നെ ഇസഹാക്ക് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. ഇത് സഹിക്കാൻ വയ്യാതെ മന്ത്രിയും വൈകാരികമായി വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സമയം തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് സന്നദ്ധ പ്രവർത്തകർ പോകുന്നത്. സന്നദ്ധ പ്രവർത്തകരും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനാവുന്നത്. ഭക്ഷണം അടക്കം കഴിച്ചതിന് ശേഷം ഇന്നത്തെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ച് മടങ്ങുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പല സന്നദ്ധ പ്രവർത്തകരും മടങ്ങിക്കഴിഞ്ഞു. നിലവിൽ തന്നെ ബാക്കിയുള്ള ആളുകളും കൂടി മടങ്ങുകയാണ്. ഏതായാലും ഇനിയുള്ള തെരച്ചിലിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള തെരച്ചിലായിരിക്കുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം അറിയിപ്പ് കിട്ടിയിട്ടില്ല. വീണ്ടും ഇവിടെയായിരുന്നു, വീടൊക്കെ ഇവിടെയായിരുന്നോ? തെരച്ചിലിന് വന്നതാണോ? ഞങ്ങൾ തൃശ്ശൂർ തിരുവില്ലാമല പറയും. ഇനിയിപ്പം നിൽക്കുന്നുണ്ടോ, അല്ല നാളെയൊക്കെ തെരച്ചിലുണ്ടാവോ? അത് ഒന്നും തീരുമാനമായിട്ടില്ല. മിക്കവാറും ഇന്നത്തോടെ നിർത്തും തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ തെരച്ചിലിന് വന്ന ആളുകളാണ്? മംഗലാപുരത്ത് തെരച്ചിലിന് വന്നതാണോ? സെർച്ചിങ്. ഇവരൊക്കെ മംഗലാപുരം സ്വദേശികളൊക്കെയാണ്. അവിടെ നിന്നൊക്കെ തെരച്ചിലിന് ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും മടങ്ങുകയാണ്. ഏതായാലും നാളത്തെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് സർക്കാർ സംവിധാനങ്ങൾ വൈകുന്നേരത്തോടു കൂടി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. മുണ്ടക്കയിൽ നിന്ന് മറ്റ് ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അത്തരം മനുഷ്യ സാന്നിധ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറിച്ച് കുറച്ച് രേഖകളാണ് കിട്ടിയത്. അത് സർക്കാരിൻ്റെ കൺട്രോൾ റൂമിന് കൈമാറുകയും ചെയ്തു. ശരി, മുണ്ടക്കയിൽ നിന്ന് സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. സിനോജ് തോമസ് സ്കൂൾ റോഡിലാണ്. സിനോജ്, ഇപ്പോൾ സ്കൂൾ റോഡിലും വ്യാപകമായ തിരച്ചിലുണ്ടോ? ഇന്ന് ജനകീയ തിരച്ചിലെന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്ക് അവസാനമായി ഒന്നുകൂടി തിരയേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായുള്ള ജനകീയ തിരച്ചിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ സ്കൂൾ റോഡിലെ കാഴ്ച എന്താണ് സിനോജ്? സ്മൃതി, ഈ ജനകീയ തെരച്ചിൽ കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. ഈ ദുരന്ത ബാധിതർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ആ പർട്ടിക്കുലർ സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തുന്നു. കാരണം കഴിഞ്ഞ 12 ദിവസമായിട്ട് എല്ലാ രീതിയിലും തെരച്ചിൽ നടത്തിയ ഒരു പ്രദേശമാണ്. ഇനി ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്കോ സംശയമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ് ലക്ഷ്യം. പക്ഷേ അതിന്റെ യഥാർത്ഥത്തിൽ എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പല ജില്ലകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വന്ന ആളുകളാണ്, സന്നദ്ധ പ്രവർത്തകരാണ്. ഇന്ന് 2000-ലധികം വരുന്ന ആളുകളാണ് ഇവിടേക്ക് വന്നത്. അതിലേറെക്കുറെ ആളുകൾ എന്ന് പറയുന്നത്, ഞാൻ പരിചയപ്പെട്ടവരിലേറെ ഇന്ന് ആദ്യമായിട്ട് വരുന്നവരാണ്. അതായത് ഈ സ്ഥലത്ത് വന്ന് കാഴ്ചകൾ കാണുന്നു, കല്ലിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്നു എന്നതിലപ്പുറം ഒരു തെരച്ചിൽ കാര്യമായി നടന്നോ എന്നതിൽ എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. കാരണം ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് വെള്ളരിമലയിൽ നിന്ന് ഉരുൾപൊട്ടി വന്ന വഴിയാണ്. അവിടെയൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആളുകൾ നടന്നു നീങ്ങുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. തെരച്ചിൽ അവസാനിച്ച് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയതാണ്. വലിയ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കല്ലൊക്കെ തന്നെ ഇളക്കി മറിച്ചിട്ട്
എത്തിയിട്ട് പരിശോധിച്ചാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും പലകുറി പരിശോധന നടത്തിയതാണ്. ഇവിടെയൊക്കെ തന്നെ ആളുകൾക്ക് നടന്നു നീങ്ങി ഉള്ള പരിശോധന അസാധ്യമാണ്. കാരണം അത്രയധികം പാറക്കൂട്ടങ്ങളും കല്ലും മണ്ണും വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾ വന്ന് പറയുകയാണ് ഇവിടെ നമുക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പരിശോധിക്കുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ പല ദേശത്തു നിന്ന് വന്ന ആളുകൾ വന്ന് ഇതിന്റെ മുകളിൽ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ന് പല വീടുകളിലും ഈ സന്നദ്ധ പ്രവർത്തകർ വന്ന് വീടുകൾ കയറി പരിശോധിച്ചിരുന്നു. പോലീസ് പലകുറി പറഞ്ഞിരുന്നു, ഫയർഫോഴ്സും പറഞ്ഞിരുന്നു, പോലീസോ ഫയർഫോഴ്സിന് ഉദ്യോഗസ്ഥരോ ആരുമില്ലാതെ വീടുകൾ കയറരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ചില സന്നദ്ധ പ്രവർത്തകർക്ക് തന്നെ വീടുകൾ കയറി പരിശോധിച്ച സമയത്ത് വിലപിടിപ്പുള്ള രേഖകൾ ലഭിച്ചിരുന്നു. അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള രേഖകൾ ലഭിച്ചിരുന്നു ഈ പാതി തകർന്ന വീടുകളിൽ നിന്ന്. അപ്പോൾ തന്നെ പോലീസ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കയറി എടുക്കരുത്, ഒന്നെങ്കിൽ വീടിന്റെ ആരെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ പോലീസ് ഉണ്ടാവണമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോൾ സാധ്യമായതെന്ന് പറയുന്നത് വലിയ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പരിശോധിക്കുന്നത് മാത്രമാണ്. ക്യാമറ അവിടേക്ക് തിരിച്ചാൽ കാണാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലോങ് ബൂം എക്സ്കവേറ്റർ, അതായത് നമ്മൾ ഷെരൂരിൽ അർജുന് വേണ്ടി തെരച്ചിൽ വേണ്ടിയൊക്കെ തന്നെ ഉപയോഗിച്ച 60 അടിയോളം താഴ്ചയിൽ മണ്ണ് കോരാൻ പറ്റുന്ന എക്സ്കവേറ്ററൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ആ പ്രദേശത്ത് 4 പേരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ ബന്ധു പറഞ്ഞ പ്രകാരമാണ് അവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഇതേ രീതിയിൽ പരിശോധന അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന യന്ത്രമാണ്, അത് ഉപയോഗിച്ച് അവിടെ പരിശോധന റവന്യൂ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ സന്നദ്ധ പ്രവർത്തകർ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പരിശോധന നടത്താൻ വേണ്ടി കഴിയുള്ളൂ. ഇനി മന്ത്രിസഭ ഉപസമിതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. കാരണം സന്നദ്ധരായിട്ടുള്ള ക്യാമ്പുകൾ കഴിയുന്ന ആളുകളോട് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള ആളുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അവർ മാനസിക പ്രയാസത്തിലാണ്, നമുക്കറിയാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ പ്രദേശത്തേക്ക് കടന്നു വരാത്തത്. അങ്ങനെ ആളുകൾ വന്ന് കാണിച്ചു കൊടുക്കാതെ ഈ പല ദേശത്ത് വന്ന ആളുകൾ തെരച്ചിൽ നടത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ആളുകൾ വന്ന് കാഴ്ച കണ്ടുപോകുന്നു, ചിത്രങ്ങൾ എടുത്തു മടങ്ങുന്ന ആ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരായ ആളുകൾ എത്തി കൂടുതൽ സജീവമായി തെരച്ചിൽ നടത്തിയാലേ കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. ബാക്കി ഇന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ മടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി, ശരി, ഞങ്ങളെ പ്രതിനിധികളാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള തിരച്ചിലിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ജനകീയ തിരച്ചിലിൽ 2000-ഓളം സന്നദ്ധ പ്രവർത്തകരുണ്ട്.